ചെകുത്താന്റെ തന്റേടി. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവന്റെ അന്ത്യം ഈ നഗരത്തിൽ വെച്ചായിരിക്കും റോണി. വണ്ടി കോട്ടയിലേക്ക് വിട്. വണ്ടി ഇരുട്ടിലേക്ക് മറയുമ്പോൾ ആർക്കെയിൻ ഹോസ്പിറ്റലിലെ 4ാം നിലയിലെ ജനലിലൂടെ റബേക്ക പോക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിലെ യുദ്ധം അതിന്റെ അടുത്ത ലെയറിലേക്ക് കടക്കുകയായിരുന്നു. നഗരത്തിന്റെ അതിർത്തിയുള്ള ഒരു ആഡംബര പെന്റ് ഹൗസ്. സിഗരറ്റിന്റെയും വിദേശ മദ്യത്തിന്റെയും കടുപ്പമേറിയ മണം ആ മുറിയിൽ പടർന്നിടന്നിരുന്നു. വലിയൊരു ഗ്ലാസ് വിൻഡോയിലൂടെ നഗരത്തിന്റെ രാത്രി കാഴ്ചകൾ നോക്കി നിൽക്കുകയായിരുന്നു ഡേവിഡ് റിച്ചാർഡ്. ആ നഗരത്തിലെ മയക്കുമരുന്ന് മാഫിയയുടെ ക്രൂരനായ തലവൻ. അവന്റെ മേശപ്പുറത്ത് നിന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ഡേവിഡ് തിരിഞ്ഞ് ഫോൺ എടുത്തു. മറുതരക്കിൽ സംസാരിച്ചത് ആർക്കിൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ സിദ്ധാർത്ഥ് മേനോനായിരുന്നു. ഡേവിഡ്, നീ കൊടുത്ത ആൾക്കാർക്ക് പേടിച്ചുപോയി. ഗബ്രിയേൽ ക്രിസ്റ്റി മരിച്ചിട്ടില്ല. തോളിൽ വെടിയേറ്റ് അവൻ ഇവിടെ എത്തിച്ചു. ഇപ്പൊ സർജറി കഴിഞ്ഞ് അവൻ തിരിച്ചുപോയി. സിദ്ധാർത്ഥ് രഹസ്യമായി പറഞ്ഞു. ഡേവിഡിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ കയ്യിരുന്ന മധ്യ ഗ്ലാസ് തറയിലേക്ക് എറിഞ്ഞുടച്ചു. വാട്ട്? 10 പേര് ചേർന്ന് വളഞ്ഞ് വെടിവെച്ചിട്ടും ആ ലൂസിഫർ രക്ഷപ്പെട്ടെന്നോ? ആരവനെ ചികിത്സിച്ചത്? ഇവിടുത്തെ ട്രോമ കെയർ ഹെഡ് ഡോക്ടർ റബേക്ക ഫിലിപ്പ്. അവൻ അനസ്തേഷ്യ പോലും ഇല്ലാതെ ആ സർജറിക്കിരുന്ന് അവളോട് അവനെന്തോ ചലഞ്ചൊക്കെ ചെയ്യുന്ന ഞാൻ കേട്ടു. ഗബ്രിയേലിന് അവളോട് വലിയൊരു ദേഷ്യമുണ്ട്. സിദ്ധാർത്ഥന്റെ കുതന്ത്രം പുറത്തെടുത്തു. ഡേവിഡ് കസേരയിലേക്ക് ചാരിയിരുന്നു. അവന്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. റബേക്ക ഫിലിപ്പ്, ആ കലിപ്പത്തി ഡോക്ടർ എനിക്കറിയാം. ആർക്കും പിടികൊടുക്കാത്തവളാ. ഗബ്രിയേൽ അവളെ വെറുക്കുന്നുണ്ടെങ്കിൽ ആ വെറുപ്പ് നമുക്ക് ഉപയോഗിക്കാം സിദ്ധാർത്ഥ്. ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ റബേക്കയെ നാണം കെടുത്തണം. ഗബ്രിയേലിന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറളക്കാൻ ആ ഡോക്ടറെ നമ്മൾ കരുവാക്കും. ഡേവിഡ് ഫോൺ കട്ട് ചെയ്തോ മുറുകിയ മുഖത്തോടെ ഡോർ നോക്ക് ചെയ്തൊരു സ്ത്രീ അകത്തേക്ക് നടന്നു വന്നു. ഹെലീന റിച്ചാർഡ്. ഡേവിഡിന്റെ അനിയത്തിയും അവന്റെ കറുത്ത ബിസിനസ്സുകളുടെ ബുദ്ധികേന്ദ്രവും. സിഗരറ്റ് ചുണ്ടിൽ വെച്ച് കറുത്ത ലെതർ ജാക്കറ്റ് മണിഞ്ഞെന്ന അവളുടെ കണ്ണുകളിൽ പക്കാ വില്ലത്തിയുടെ ഭാവമായിരുന്നു. ഈച്ചായ, ഗബ്രിയേലിനെ തകർക്കാൻ ആ ഡോക്ടർ പെണ്ണിനെയാണോ നീ ഉപയോഗിക്കാൻ പോകുന്നത്? ഹെലീന സിഗരറ്റ് പുക പുറത്തേക്ക് വിട്ടുകൊണ്ട് ചോദിച്ചു. അതെ ഹെലീന, അവളാണിപ്പോൾ ഗബ്രിയേലിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ആ പണി ഞാൻ ഏറ്റെടുത്തു. ഹെലീനയുടെ കണ്ണുകളിൽ കടുത്ത അസൂയയും പകയും തിളങ്ങി. മുമ്പൊരിക്കൽ ഗബ്രിയേലിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ പ്രണയം യാചിച്ച, പക്ഷെ അവൻ എന്നെ പൂച്ചിച്ച് ഇറക്കി വിട്ടു. ആ ഗബ്രിയേലിന്റെ മുമ്പിൽ മറ്റൊരു പെണ്ണ് വിലസാൻ ഞാൻ അനുവദിക്കില്ല. റബേക്ക ഫിലിപ്പിന്റെ ചോര ഈ നഗരം കാണും. അടുത്ത ദിവസം രാവിലെ ആർക്കിൻ മെഡിക്കൽ സെന്റർ പതിവ് പോലെ തിരക്കിലായിരുന്നു. ജനറൽ വാർഡിലൂടെ റൗണ്ട്സ് കഴിഞ്ഞ് വരികയായിരുന്നു റബേക്ക. ആളുടെ കൂടെ മെഡിക്കൽ ഫയലുകളുമായി ജൂനിയർ ഡോക്ടർ ആൻ മരിയയും ഉണ്ടായിരുന്നു. റബേക്കയുടെ വെളുത്ത കോട്ടിന്റെ കോളറിലേക്ക് ആൻ നോക്കി. ഇന്നലത്തെ ഗബ്രിയേലിന്റെ ആ ചോരപ്പാട് റബേക്ക കഴുകിക്കളഞ്ഞിരുന്നില്ല. കോട്ട് മാറ്റി പുതിയ ധരിക്കാൻ അവൾ തയ്യാറായിട്ടുമില്ല. അതൊരു വാശിയായിരുന്നു. അവൻ തന്ന വെല്ലുവിളിയുടെ അടയാളം. മാം, ഇന്നലത്തെ ആ സംഭവം എനിക്കിപ്പോഴും വിറയിൽ മാറുന്നില്ല. ആ ഗബ്രിയേൽ ക്രിസ്റ്റി, അയാൾ ശരിക്കും ഒരു ചെകുത്താനാണ് മാം. മാം എന്തിനാ അയാളോട് അത്രയും ചൂടായത്? ആൻ പേടിയോടെ ചോദിച്ചു. ചെകുത്താനായാലും രാജാവായാലും എൻ്റെ മുന്നിൽ വന്ന അവൻ വെറും ഒരു രോഗി മാത്രമാണ്. അയാൻ നിയമങ്ങൾ എനിക്കും അറിയാം. അവൻ ആ ദുലോക ചാട ഇവിടെ കാണിച്ചാ ഞാൻ തല്ലി പല്ലു ഒഴിക്കും. റബേക്ക ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. അപ്പോഴാണ് സിറ്റി പോലീസ് കമ്മീഷണർ വിക്രം ഷെട്ടിയും സംഘവും എമർജൻസി വാർഡിലേക്ക് കയറി വന്നു. ഡേവിഡിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ജീവിക്കുന്ന വിക്രം ഷെട്ടിയുടെ മുഖത്ത് റബേക്കയെ പൂട്ടാനുള്ള കുതന്ത്രം ഉണ്ടായിരുന്നു. ഡോക്ടർ റബേക്ക ഫിലിപ്പ്, കമ്മീഷണർ കനത്ത ശബ്ദത്തിൽ വിളിച്ചു. റബേക്ക നടക്കുന്നതിൽ തിരിഞ്ഞു നോക്കി. പറയൂ കമ്മീഷണർ, ഈ സമയത്ത് പോലീസിനോട് എന്താണ് കാര്യം? ഇന്നലെ രാത്രി സിറ്റിയിലെ വലിയൊരു ക്രിമിനലായ ഗബ്രിയേൽ ക്രിസ്റ്റിക്ക് ഇവിടെ വെച്ച് വെടിയേറ്റ് മുറിവിന് ചികിത്സ നൽകിയോ? കമ്മീഷണർ ചോദ്യം പറഞ്ഞു. യെസ്, ഞാൻ തന്നെയാണ് സർജറി ചെയ്ത്. റബേക്ക ഒട്ടുമടിക്കാതെ പറഞ്ഞു. ഒരു ക്രിമിനലിനെ ചികിത്സിക്കുമ്പോൾ പോലീസിനെ അറിയിക്കുന്ന ഒരു മെഡിക്കൽ കോഡ് തനിക്ക് അറിയില്ല ഡോക്ടർ. നിയമം ലംഘിച്ച് ഒളിച്ചോട് അവനെ സഹായിച്ചതിന് നിങ്ങൾ എനിക്ക് അറസ്റ്റ് ചെയ്യാം. കമ്മീഷണർ വിരൽ ചൂണ്ടി. ഒരു വശത്ത് ഒളിച്ചു നിന്നത് കാണുകയായിരുന്ന ഡോക്ടർ സിദ്ധാർത്ഥും സിസ്റ്റർ അഗതയും മനസ്സിൽ സന്തോഷിച്ചു. റബേക്ക ഇനി കൊടുങ്ങുമെന്ന് അവർ ഉറപ്പിച്ചു. പക്ഷേ റബേക്ക ഒരടി മുന്നോട്ട് വെച്ചു. അവളുടെ കണ്ണുകളിൽ കനലെരിഞ്ഞു. എന്നെ നിയമം പഠിപ്പിക്കാൻ വരരുത് കമ്മീഷണർ. ജീവന് വേണ്ടി പിടയുന്ന രോഗിക്ക് മുമ്പിൽ ആദ്യം വേണ്ട ചികിത്സയാണ്, അല്ലാതെ പോലീസിന്റെ പെർമിഷൻ അല്ല. അവന് ഇവിടെ വന്ന് ചികിത്സ കഴിഞ്ഞ ഉടനെ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖകൾ ഇതാണ്. റബേക്ക തന്റെ കയ്യിൽ നിന്ന് ഔദ്യോഗിക ഫയൽ കമ്മീഷണറുടെ നെഞ്ചിലേക്ക് ശക്തമായി അടിച്ചു കൊടുത്തു. അതുകൊണ്ട് കമ്മീഷണറുടെ മുഖം മങ്ങി. പിന്നെ ഒന്ന് മാത്രം ഓർത്തു വെച്ച ഷെട്ടി, ഗബ്രിയേൽ ക്രിസ്റ്റി ഇവിടെ വരുമ്പോൾ തോക്കുമായിട്ടാണ് വന്നത്. നിങ്ങളുടെ പോലീസിനേക്കാൾ പവർ അവന്റെ ഗുണ്ടകൾക്കുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ അവനെ പോയി പിടിക്ക്. അല്ലാതെ എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് അനാവശ്യമായിട്ട് അധികാരം കാണിച്ചാൽ ഈ റബേക്ക കളി മാറ്റും. റബേക്കയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ കമ്മീഷണർ വിക്രം ഷെട്ടിക്ക് മറുപടിയിലായിരുന്നു. അവൻ പല്ലിറുമിക്കൊണ്ട് തിരിഞ്ഞു നിന്നു. അതേസമയം നഗരത്തിന്റെ മധ്യത്തിലുള്ള ക്രിസ്റ്റി കോട്ട, പൗരാണിക പ്രൗഢിയുള്ള ആ വലിയ ബംഗ്ലാവിന്റെ ഹാളിലിരിക്കായിരുന്നു ഗബ്രിയേൽ. അവന് തോളിൽ വലിയൊരു ബാൻഡേജ് ഉണ്ടായിരുന്നു.
അവന് മൂത്ത സഹോദരി മരിയ ക്രിസ്റ്റി അവന് കഴിക്കാൻ മരുന്നെടുത്ത് കൊടുത്തു. മോനെ, ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ പെണ്ണ് നിന്നെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ? റോണി പറഞ്ഞു അനസ്തേഷ്യ ഇല്ലാതെയാണ് ചെയ്തതെന്ന്. എന്തൊരു ക്രൂരതയത്. ഗബ്രിയേൽ ആ മരുന്ന് വാങ്ങി കഴിച്ചുകൊണ്ട് പതുക്കെ ചിരിച്ചു. അത് ക്രൂരതയല്ലേ ചേച്ചി, അതവളുടെ ആറ്റിറ്റ്യൂഡാ. എനിക്ക് ആ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തോക്കിന്റെ മുന്നിൽ വിറക്കുന്ന ഭീരുക്കളെ മാത്രം കണ്ടുമടുത്ത ഈ ലൂസിഫറിന് മുന്നിലേക്ക് വന്ന പക്കാ തീപ്പൊരിയാണ് അവൾ. പെട്ടെന്ന് റോണി ഓടിക്കയറി വന്നു. ബോസ്, നമ്മുടെ ആർക്കെ ഹോസ്പിറ്റൽ ഇൻഫോമർ വിളിച്ചിരുന്നു. ഡേവിഡ് റിച്ചാറിന്റെ ആളുകൾ റബേക്കയെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇന്ന് രാത്രി അവളെ ഹോസ്പിറ്റലിൽ വെച്ച് തീർക്കാനാണ് ഹെലീനയുടെ പ്ലാന്. അത് കേട്ട ഗബ്രിയേൽ കസേരയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. അവന്റെ കൈകൾ മുറുകി. കണ്ണുകളിൽ മരണത്തിന്റെ ആ പഴയ ഇരുട്ട് വളർന്നു. റബേക്ക ഫിലിപ്പ്, അവൾ എന്റെ ശത്രുവാണ് റോണി. അവളെ വേദനിപ്പിക്കാനോ തളർത്താനോ ഉള്ള അവകാശം ഈ ലോകത്ത് ഈ ഗബ്രിയേൽ ക്രിസ്റ്റിക്ക് മാത്രമാണുള്ളത്. എന്റെ അനുവാദമില്ലാതെ അവളെ തൊടാൻ ഡേവിഡിന്റെ ഒരു നായെ ഞാൻ അനുവദിക്കില്ല. ഗബ്രിയേൽ തന്റെ തോളിലെ വേദന വകവെക്കാതെ കോട്ടെടുത്ത് ധരിച്ചു. റോണി, വണ്ടിയെടുക്ക്. ഇന്ന് രാത്രി ആർക്കെയിൻ ഹോസ്പിറ്റലിൽ വെച്ചൊരു ചോരപ്പുഴയൊഴുകും. ലൂസിഫറിന്റെ സാമ്രാജ്യത്തിൽ കയറി കളി തുടങ്ങിയ ഡേവിഡിന്റെ വംശം ഞാൻ തീർക്കും. ഗബ്രിയേലും റോണിയും ആയുധങ്ങളുമായി വണ്ടിയിലേക്ക് പാഞ്ഞു കയറി. ആർക്കെയിൻ ഹോസ്പിറ്റലിന് മുകളിൽ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു. രാത്രി 12 മണിയാവാൻ ഇനി അധിക സമയമില്ല. രാത്രി 11:30 കഴിഞ്ഞിരിക്കുന്നു. ആർക്കെയിൻ മെഡിക്കൽ സെന്ററിലെ 3-ാം നിലയിലെ ICU വാർഡിന് പുറത്ത് കടുത്ത നിശബ്ദയായിരുന്നു. ജനറേറ്ററിന്റെ നേർത്ത മൂളക്കം മാത്രമാണ് ആ അന്തരീക്ഷത്തിൽ കേട്ടിരുന്നത്. ഡോക്ടേഴ്സ് റൂമിൽ ഡ്യൂട്ടിയിലിരിക്കുകയായിരുന്ന റബേക്ക കയ്യിലുള്ള കാപ്പി ഗ്ലാസ്സിൽ നിന്ന് പുകയേറുന്നുണ്ടായിരുന്നു. അവളുടെ കൺപോളകൾ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും ആ മനസ്സിപ്പോഴും ജാഗരൂകമായിരുന്നു. റബേക്കയുടെ തൊട്ടപ്പുറത്ത് നിന്ന് ആൻമരിയ പതുക്കെ മയക്കത്തിലേക്ക് വീണിരുന്നു. പെട്ടെന്നാണ് ആർക്കെയിൻ ഹോസ്പിറ്റലിലെ മെയിൻ പവർ സപ്ലൈ കട്ടായത്. ഹോസ്പിറ്റൽ ഒന്നാകെ കടുത്തിരുട്ടിലേക്ക് വീണു. ആൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. മാം, എന്താ പറ്റിയത്? പവർ പോയോ? ഇവിടെ ബാക്കപ്പ് ജനറേറ്റർ വർക്ക് ചെയ്യേണ്ടതാണല്ലോ. റബേക്ക തന്റെ കയ്യിലെ കാപ്പി ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചു. അവളുടെ സർജൻ മനസ്സെന്തോ അപകടം മണത്തു. ആൻ, ഇതൊരു സാധാരണ പവർ കട്ടല്ല. ജനറേറ്റർ റൂം ആരോ മനഃപൂർവ്വം ഓഫ് ചെയ്താണ്. നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ നോക്കാം. റബേക്ക തന്റെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് പുറത്തേക്ക് നടന്നു. അതേസമയം താഴത്തെ നിലയിൽ സിസ്റ്റർ അഗതയും ഡോക്ടർ സിദ്ധാർത്ഥും എമർജൻസി എക്സിറ്റിനരികിൽ നിൽക്കുകയായിരുന്നു. ഇരുട്ടിൽ അവരുടെ മുഖത്ത് നിഗൂഢമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഡോക്ടർ, ആളുകൾ അകത്ത് കയറി കഴിഞ്ഞു. എലീന മാഡത്തിന്റെ റൗഡികളാ. അവര് നേരെ 4-ാം നിലയിലേക്കാ പോകുന്നത്. റബേക്ക അവരിന്ന് തീർക്കും. അഗത ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഗുഡ്, നമ്മൾ ഇതിലൊന്നും പെടരുത് അഗത. CCTV ലൈനുകൾ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. റബേക്കയുടെ അഹങ്കാരം ഇനി ഇരുട്ടിൽ തീരും. വാ, നമുക്ക് കാഷ്വാലിറ്റിയുടെ വശത്തേക്ക് പോവാം. സിദ്ധാർത്ഥ് ക്രൂരമായി ചിരിച്ചുകൊണ്ട് അഗതയും കൂട്ടി മാറിയെന്നു. അതേസമയം ഹോസ്പിറ്റൽ സെക്യൂരിറ്റിക്കാരെ മുഴുവൻ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് കയ്യിൽ മൂർച്ചയേറിയ ആയുധങ്ങളുമായി 8ഓളം ഗുണ്ടകൾ ലിഫ്റ്റ് ഒഴിവാക്കി പടികളിലൂടെ മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അവർക്ക് തൊട്ടു പിന്നാലെ കറുത്ത ലെതർ ജാക്കറ്റും ധരിച്ച് കയ്യിലൊരു തോക്കുമായി ഹെലീന റിച്ചാർഡ് നടന്നു വരുന്നുണ്ടായിരുന്നു. കേറി പോടാ, ആ റബേക്ക ഫിലിമിന്റെ ശവം മാത്രം കണ്ടാൽ മതി. അവളെ കൊല്ലുന്ന ഗബ്രിയേലിന്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കണം. അതിനുള്ള തെളിവുകൾ അവിടെ ഇട്ടേക്കണം. ഹെലീന പല്ലിറുമിക്കൊണ്ട് ഉത്തരവിട്ടു. 3-ാം നിലയുടെ ഇടനാഴിയിലൂടെ റബേക്ക സാവധാനം നടന്നു വരുമ്പോഴാണ് പടികളിൽ നിന്നും ബൂട്ട്സുകളുടെ ശബ്ദം കേട്ടത്. അവൾ ഫ്ലാഷ് ലൈറ്റ് അങ്ങോട്ട് തിരിച്ചു. വെളിച്ചം ചെന്ന് വീണത് കയ്യിൽ നീളമുള്ള മാരകായുധങ്ങളുമായി നിൽക്കുന്ന ഗുണ്ടകളുടെ മുഖത്താണ്. ആരാണ് നിങ്ങള്? റബേക്ക ഭയമില്ലാതെ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. നിന്റെ ഈ അമ്മനാണ് പെണ്ണേ. മുന്നിൽ നിന്ന് ഗുണ്ട റബേക്ക് നേരെ വാളോങ്ങി പാഞ്ഞു മുന്നോട്ട് വന്നു. റബേക്ക പെട്ടെന്നൊരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി. അവളുടെ സർജിക്കൽ റിഫ്ലക്സുകൾ അത്രയും വേഗത്തിലുള്ളതായിരുന്നു. ഗുണ്ടയുടെ വാൾ ഇടനാഴിയിൽ ഇരുമ്പ് ബെഞ്ചിൽ തട്ടി തീപ്പൊരിച്ചു തെറി. റബേക്ക ഒട്ടുമടിക്കാതെ തന്റെ കയ്യിലിരുന്ന കനത്ത മെറ്റൽ ക്ലിപ്പോർഡ് എടുത്ത് അവന്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അവന്റെ മൂക്കിൽ നിന്നും ചോര ചീറ്റി. ആർക്കെയിൻ ഹോസ്പിറ്റൽ കയറി എന്നെ തീർക്കാമെന്ന് വിചാരിച്ചോളാം നായേ, റബേക്ക ഗർജിച്ചു. പക്ഷെ ബാക്കി 7 പേരും കൂടി അവളെ വളഞ്ഞു. റബേക്ക ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത രീതിയിൽ അവരവളെ ഒരു കോണിലേക്ക് ഒതുക്കി. ഒരു ഗുണ്ട അവളുടെ വെളുത്ത കോട്ടിന്റെ കോർണറിൽ പിടിച്ചു. വീടവളെ. ഹെലീന ഇരുട്ടിൽ നിന്ന് നടന്നു വന്നു. റബേക്ക ഹെലീനയെ നോക്കി പുരികം ചുളിച്ചു. നീ ആരാണ്? ഞാൻ എലീന റിച്ചാർഡ്. ഗബ്രിയേൽ ക്രിസ്റ്റിക്ക് വെടിയുണ്ടയിൽ നിന്ന് ജീവൻ തിരിച്ചു പിടിച്ച് നൽകിയ ഡോക്ടർ നീയല്ലേ? അവന് നീ ജീവൻ കൊടുത്ത മുതൽ എൻ്റെ ചേട്ടൻ ഡേവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിന്റെ ഈ ജീവനുള്ള കൈകൾ ഇനി ഒരു സർജറിയും ചെയ്യില്ല. ഹെലീന തോക്ക് റബേക്കയുടെ നെറ്റിക്ക് നേരെ ചൂണ്ടി. റബേക്ക ഹെലീനയുടെ കണ്ണുകളിലേക്ക് നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ഡേവിഡിന്റെ അനിയത്തിയാണല്ലേ? നല്ല ചേട്ടനോട് പോയി പറ, റബേക്ക ഫിലിപ്പ് ജീവൻ രക്ഷിക്കാൻ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അതിനു മുന്നിൽ തോക്കുമായി വരുന്ന ഈ അഴുക്കളെ എനിക്ക് പേടിയില്ലെന്ന്. നിന്റെ ഈ നാവിനി അധികം നീളണ്ട. ഹെലീന തോക്കിന്റെ ട്രിഗറിൽ വില്ലമർത്തി. ആൻമരിയ ദൂരെ നിന്ന് ഇത് കണ്ട് ഉറക്കി നിലവിളിച്ചു. റബേക്ക തന്റെ കണ്ണുകൾ അടച്ചില്ല. അവൾ മരണത്തെ നേടാൻ തയ്യാറായി നിന്നു.
പെട്ടെന്നാണ് ആർക്കിൻ ഹോസ്പിറ്റലിലെ മെയിൻ ഗ്ലാസ് ഫ്രണ്ട് ഡോർ തകർത്തരിപ്പണമായിക്കൊണ്ട് ഒരു ബ്ലാക്ക് മേഴ്സിഡസ് വണ്ടി ഉള്ളിലേക്ക് പാഞ്ഞു കയറിയത്. റിസപ്ഷൻ കൗണ്ടർ തകർത്തുകൊണ്ട് വണ്ടി നിന്നു. വണ്ടിയുടെ ഡോർ തുറന്ന് കയ്യിലൊരു വലിയ ഇരുമ്പോടിയുമായി അവൻ പുറത്തേക്ക് ഇറങ്ങി. ഗബ്രിയേൽ ക്രിസ്റ്റി തോളിൽ വെള്ള ബാൻഡേജ് ചുറ്റി കറുത്ത ഷർട്ടിന്റെ ബട്ടൺസ് തുറന്നിട്ട് കണ്ണുകളിൽ സാക്ഷാൽ ലൂസിഫറിന്റെ ക്രോധവുമായി അവൻ പടവുകൾ ചവിട്ടിക്കയറി 3-ാം നിലയിലേക്ക് വന്നു. അവന് പിന്നാലെ റോണിയും തോക്കുകളുമായി പാഞ്ഞു വന്നു. ഗബ്രിയേലിനെ കണ്ടതും ഹെലീനയുടെ ഗുണ്ടകൾ ഭയത്തോടെ അടി പുറകോട്ട് മാറി. ഗബ്രിയേൽ, ഹെലീനയുടെ ശബ്ദമിടറി. ഗബ്രിയേൽ തന്റെ കയ്യിൽ ഇരുമ്പുവടി തറയിലൂടെ വലിച്ചഴിച്ച് നടന്നു വന്നു. അതിൽ നിന്നും കനത്ത ശബ്ദം ഇടനാഴിയിൽ മുഴങ്ങി. അവൻ റബേക്കയെ നോക്കി, പിന്നീട് ഹെലീനയ്ക്ക് നേരെ തിരിഞ്ഞു. ഹെലീന, ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സാമ്രാജ്യത്തിൽ നീ നിന്റെ കറുത്ത കളി കളിക്കരുതെന്ന്. റബേക്ക ഫിലിപ്പ്, അവൾ എൻ്റെ ശത്രുവാ. ഈ ഗബ്രിയേലിന്റെ ശത്രുവിനെ തൊടാൻ ഡേവിഡിന്റെ വംശത്തിന് ഞാൻ അനുവാദം കൊടുത്തിട്ടില്ലടി. കൊല്ലണവനെ, ഹെലീന അലറി. ഗുണ്ടകൾ ഗബ്രിയേലിന് നേരെ പാഞ്ഞു വന്നു. എന്നാൽ തന്റെ തോളിലെ പരിക്ക് വകക്കാതെ ഗബ്രിയേൽ വായുവിലുയർന്നിയാടി ആദ്യത്തെ ഗുണ്ടയുടെ നെഞ്ചിലേക്ക് ചവിട്ടി. അവൻ തെറിച്ച് വീണ് ചുമരിലിടിച്ചു. കയ്യിൽ നിന്ന് ഇരുമ്പോടി കൊണ്ട് അടുത്തവനെ തലക്കടിച്ചു. ചോര തെറിച്ച് ഇടനാഴിയിലെ വെളുത്ത ചുമരുകളെ ചുവപ്പിച്ചു. റോണിയും സംഘവും ബാക്കിയുള്ളവരെ നേരിട്ടു. ഹോസ്പിറ്റൽ ഇടനാഴി ഒരു യുദ്ധക്കളമായി മാറി. അതിനിടയിൽ പരിക്കേറ്റ തോളിൽ ഒരു ഗുണ്ടയുടെ കത്തിയെട്ടിയതും ഗബ്രിയേൽ വേദന കൊണ്ടൊന്ന് പിടഞ്ഞു. അവന്റെ തുന്നലുകൾ പൊട്ടി ചോര പുറത്തേക്ക് ചാടി. അതുകൊണ്ട് റബേക്കയുടെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഗബ്രിയേൽ, സൂക്ഷിക്ക്! റബേക്ക അറിയാതെ വിളിച്ചു പറഞ്ഞു. ഗബ്രിയേൽ ചോര വലിക്കുന്ന തോളുമായി തിരിഞ്ഞു നോക്കി. അവളെ നോക്കി ചിരിച്ചു. ഇതൊന്നും ഈ ക്രിസ്റ്റിക്ക് ഒന്നുമല്ല ഡോക്ടർ. അവൻ ആ ഗുണ്ടയുടെ കഴുത്തിന് പിടിച്ചൊരൊറ്റ തിരിതിരിച്ചു. അവൻ തറയിലേക്ക് വീണു. തന്റെ ആളുകൾ മുഴുവൻ വീഴുന്ന കണ്ട ഹെലീന തോക്കുമായി റബേക്ക് നേരെ തിരിഞ്ഞു. ട്രിഗർ അമ്മത്തു മുമ്പ് ഗബ്രിയേൽ പാഞ്ഞു വന്ന ഹെലീനയുടെ കയ്യിലെ തോക്ക് തട്ടിമാറ്റി അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. നിന്റെ ചേട്ടൻ ഡേവിഡിനോട് പോയി പറ, ഗബ്രിയേലിന്റെ കളി ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. നിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ജീവനോടെ വിടുന്നു. ഇറങ്ങി പൂടി എന്റെ മുന്നിൽ. ഗബ്രിയേൽ ഹെലീനെ ദൂരേക്ക് തള്ളിയിട്ടു. ഹെലീന ചോര തുപ്പിക്കൊണ്ട് പല്ലിറുമി ബാക്കിയുള്ള ഗുണ്ടകളെയും കൂട്ടി ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.